ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നേക്കണം. കുക്കറിലെ ചെമ്മീൻ ബിരിയാണി. വായോ. അതിലേക്ക് ആവശ്യമായത് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് അരി, 2 തക്കാളി, 2 സവോള, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത ചെമ്മീൻ എടുത്ത് അതിലോട്ട് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കാവേ. നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ചെറിയ ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ തീ കുറച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകരുത്. ചെറിയൊരു ബ്രൗൺ കളർ മാറി വരുമ്പോൾ തന്നെ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു കുക്കറെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ജീരകം, കുരുമുളക്, കറുകയില, കറുകപ്പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് ചൂടായി വരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവോള, തക്കാളി, മല്ലിയില, വേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ 2 എണ്ണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഇട്ടേക്കണത്. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചാലും നേരത്തെ വറുത്ത ബാക്കി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കളറൊക്കെ മാറി ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ഉപ്പ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 സ്പൂൺ നെയ്യ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. അതൊരു 1 മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുത്ത് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് അതൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്ത് കുക്കർ മൂടി വെച്ച് 2 വിസിൽ കേട്ടപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. സ്മെല്ലാണ് അടിപൊളിയാണ്. ശരിക്കും ബീഫ് ബിരിയാണിയുടെ ഒക്കെ സ്മെല്ലാണ് വന്നത്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു ഞാൻ, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ടേസ്റ്റും കൂടുതലാണ്, പക്ഷെ ഞാൻ നല്ലോണം കുറേ കഴിക്കുകയും ചെയ്ത്. അത് കഴിച്ചതിന് ശേഷം പപ്പടം വറുത്തുണ്ടെന്ന്, അപ്പോൾ അതും കൂട്ടി കഴിച്ചു നോക്കി. അപ്പോൾ ഇത് മറ്റേതിനേക്കാളും ടേസ്റ്റ് പപ്പടത്തിൻ്റെ ഒപ്പം കഴിക്കാനാണ്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്യണം.